എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് മിനീഷ് ആണ്. സ്ഥലം വടകരയ്ക്കടുത്ത് പുറമേരിയാണ്. ഇപ്പൊ കുറച്ച് ആഴ്ചകളിലായി എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:15 ഒരു ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂ മാത്രമല്ല, അതിന്റെ ഇൻഡെപ്തിലേക്കുള്ള ഒരു ടോക്ക് നമ്മുടെ പ്രിയങ്കരനായ രമേശ് മാസ്റ്റർ നടത്തി വരികയാണ്. കഴിഞ്ഞ ആഴ്ച ചിന്തിക്കൂ സമ്പന്നനാകൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, അതിന്റെ ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്കൊരു ഒരു ഐഡിയ തന്നിരുന്നു. കുറെ ആളുകൾ ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞു. ഇന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സമയം ഞാൻ തന്നെ സംസാരിച്ച് കളിയാതെ നേരിട്ട് രമേശൻ മാഷിലേക്ക്. വെൽക്കം സർ. യെസ്, താങ്ക് യു മിനീഷ്. എല്ലാ വ്യാഴാഴ്ചയുള്ള ഈ നമ്മളീ പറയുന്ന ഒരു ബുക്ക് റിവ്യൂ ഒരു പുതിയ തലത്തിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ഇത് കേൾക്കാൻ വരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭ്യർത്ഥന ഇത് എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടാവും. അപൂർവ സന്ദർഭങ്ങളിൽ എൻ്റെ യാത്രയിലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേക്കാം. എങ്കിലും എന്തായാലും ആഴ്ചയിൽ ഒരു പ്രോഗ്രാം ഉറപ്പാണ്. 100% വ്യാഴാഴ്ച തന്നെ ആയിരിക്കും. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പുസ്തകത്തിന്റെ ഈ റിവ്യൂവിലേക്ക് അയക്കുക. ഇതൊരു സെമി ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ്. അപ്പോ നമ്മൾ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും അത് പലതവണ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ഇൻസ്പിറേറ്ററായ ബോബ് പ്രോക്ടറുടെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. ഒരു മനുഷ്യന് 62 വർഷം ഒറ്റ പുസ്തകം മാത്രം വായിച്ച് ലോകത്തിൽ ഏറ്റവും വിജയം നേടിയ ഒരു മനുഷ്യനായി മാറുന്നു. ഇതാണ് ബോബ് പ്രോക്ടർ. പലരും അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സെഷൻസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത്രയും പ്രാധാന്യമുള്ള ഒരു പുസ്തകത്തെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം വായിച്ചൊരു കാര്യം പറയാം. പുസ്തകം മുഴുവൻ പഠിപ്പിക്കലല്ല, പുസ്തകത്തിലേക്ക് നിങ്ങളെ വായനയ്ക്ക് പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഒരു പുസ്തകത്തിന്റെ കഥ പറയലല്ല, അല്ലെങ്കിൽ അതിന്റെ ചുരുക്കം പറയലല്ല ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു വായിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകുന്നു. ഇന്ന് വായന വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വായിക്കുന്നതിന്റെ സുഖകരമായ അവസ്ഥയിലേക്ക് എങ്ങനെ നമുക്ക് മാറാം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ സയൻസിലാണ് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ വളരെ ഇൻസ്പിറേറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു കോച്ച് എന്ന് പറയുന്നത് ജോ ഡിസ്പെൻസയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പുസ്തകം വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതാണ്. ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ കുറെ പേരെ മാറണം. കാരണം വായിക്കുമ്പോഴും എഴുതുമ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ എസ്പെഷ്യലി കിനസ്തെറ്റിക് ഏരിയയൊക്കെ വർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വായിക്കാനുള്ള ക്ഷമ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് ഒറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ. 2 ദിവസം മുമ്പേ ഞാനൊരു സ്കൂളിലെ മറ്റൊരു സ്കൂൾ, എൻ്റെ സ്കൂളിലെ കുട്ടികളെ എല്ലാ ദിവസവും കാണും. മറ്റു സ്കൂളിലെ കുട്ടികളോട് ഞാനിങ്ങനെ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ കോച്ചിങ്ങായി പോയപ്പോൾ ഞാൻ അവിടെ ക്ഷമയെക്കുറിച്ചും വായനയുടെ സ്പാൻ ഓഫ് അറ്റൻഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ എന്നെ കാണാൻ വന്നു സെഷന് ശേഷം. പറഞ്ഞു, മാഷ് പറഞ്ഞ വളരെ ശരിയാണ്, ഞങ്ങൾക്ക് എങ്ങനെ അതിന് രക്ഷപ്പെടാൻ പറ്റും എന്നവർ ചോദിക്കുന്നു. അതിന് കുറെ വഴികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രേക്ഷകർക്കും ഇതേ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഇപ്പൊ കടന്നു വരും. നമ്മൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു പൊതുവായ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോവാണ്. വളരെ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പെന്നോ പുസ്തകമൊക്കെ എടുത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം അത്യാവശ്യം വരുന്ന നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കുക എന്ന് പറഞ്ഞ് മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്യല്ല വേണ്ടത്. മാത്രമല്ല ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ ടു റെക്കോർഡ് ദിസ്. ഇത് ഒന്ന് റെക്കോർഡിംഗ് എല്ലാം ഒന്ന് കഴിഞ്ഞ ശേഷം അതൊന്ന് സിമ്പിൾ എഡിറ്റിംഗിന് ശേഷം നിങ്ങൾക്ക് അത് ലഭിക്കും. വിനീഷ് പറ്റുമെങ്കിൽ അതിന്റെ ലിങ്ക് ഒക്കെ ഇതിൽ കൊടുക്കുക, നന്നായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കൊടുക്കാം. കാരണം നേരിട്ട് കാണാം. ഇത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഒരു ലേണിംഗ് സ്കൂൾ സിസ്റ്റത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സയൻസ് സന്ധ്യയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു മറ്റൊരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഒരു ഡിജിറ്റൽ ഗുരുകുലത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽ. ഞാൻ പറഞ്ഞു, 500ഓളം ആൾക്കാരെ നേരിട്ട് കണ്ട് അവരെ കൂടെ ഇരുന്ന് അവരെ കുറിച്ച് പഠിച്ച് അവരുടെ സക്സസ് സീക്രട്സ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു, നമുക്ക്
ഒരു പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ചുരുക്കമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ലോ ഓഫ് സക്സസ്. ഞാൻ 2 പുസ്തകവും വെച്ചിട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. കാരണം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അതിന്റെ അബ്രിഡ്ജ്ഡ് ഫോമാണ്. പക്ഷെ ലോ ഓഫ് സക്സസിന്റെ അതാണ് അയാളുടെ ആദ്യം നെപ്പോളിയൻ ഹില്ലിന്റെ പുസ്തകമായിട്ട് വന്നത്. ഒരു വലിയ തടിയ പുസ്തകമാണ്, വലിയ പേജുകൾ, ഒരുപാട് പേജുകളുള്ള ഒരു പുസ്തകം. അത് പിന്നീട് അതിനെ അദ്ദേഹം ഒരു കുറച്ചും കൂടെ റീഡബിൾ ആയിട്ട് ചുരുക്കി അതിലെ പ്രധാന പോയിന്റ്സ് അത് തന്നെയാണ്, അതിനെ ഒന്ന് മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചതാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പൊ അതായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് സക്സസും ആമസോണിൽ അവൈലബിൾ ആണ്, അതൊന്ന് വായിച്ചു നോക്കാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ സക്സസിനെ കുറിച്ചുള്ള പുസ്തകം വായിച്ചിട്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം പോയിട്ട് എന്താണ് കാര്യം? കാരണം അതിന് ന്യൂറോ സയൻസ്, നിങ്ങളുടെ ബ്രെയിനിലൂടെ എന്ത് ഇൻപുട്ടാണോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യം മാത്രമേ ബ്രെയിനിന് പുറത്തെടുക്കാൻ പറ്റൂ. ആ ബ്രെയിനിലേക്ക് നിങ്ങളൊരു സക്സസ് ഉണ്ടാക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചും അല്ലെ സക്സസ് സ്റ്റോറീസിനെ കുറിച്ചും സക്സസ് പ്രിൻസിപ്പലിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ അതൊരു കർമ്മ പദ്ധതിയായി മാറും. ആ കർമ്മ പദ്ധതിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടക്കൊന്ന് നിങ്ങളെ കുറിച്ചുള്ളൊരു ചിന്ത നടത്തുന്നതായി, ഒരു ചെറിയ യാത്ര അല്ലെങ്കിൽ ചെറിയൊരു ഒത്തുചേരൽ, ഒരു റിട്രീറ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മളെ കുറിച്ചിട്ട് അപ്പോഴാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് വഴിമധ്യേ മനസ്സിലാക്കാൻ ഒരു ചെറിയ ഇടവേള എപ്പോഴും നന്നായിരിക്കും. അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ പുസ്തക സീരീസിലെ ചർച്ച. അതോടൊപ്പം ശനിയാഴ്ച നടത്തുന്ന ട്രെയിനിങ് സീരീസ്. രണ്ടും നിങ്ങൾ പങ്കെടുക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അദ്ദേഹം തുടങ്ങുന്നത് ഒരു മനോഹരമായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ്. കഥയല്ല, കഥയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു അനുഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെയൊക്കെ ആരാധ്യ പുരുഷനായ തോമസ് ആൽവ എഡിസൺ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു മനുഷ്യൻ തോമസ് ആൽവ എഡിസൺ. ഇപ്പോഴുള്ള ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയുന്ന മറ്റൊരു കാര്യം, എഡിസൺ പലതും നിക്കോളോ ടെസ്ലയുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചതെന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. എല്ലാവരും ടെസ്ലയെ കുറിച്ചും കൂടെ ഒന്ന് ഓർമ്മിക്കും. ആ പേരിലുള്ള കാറുകളൊക്കെ വരുമ്പോ നമുക്കത് അറിയാമെങ്കിലും ആ വലിയ മനുഷ്യൻ ഒന്നും നേടാതെ ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വന്ന അസാമാന്യ പ്രതിഭ നിക്കോളോ ടെസ്ലയെ കുറിച്ചും ഓർക്കുന്നത് ഏറെ നന്നായിരിക്കും. അങ്ങനെ ഈ തോമസ് ആൽവ എഡിസണെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അതൊരു അനുഭവം പറയാണ്. അപ്പൊ ഈ ഒരു മനുഷ്യന്റെ കഥ ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. എഡ്വിൻ സി ബാർണസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ എഡ്വിൻ സി ബാർണസ്, അദ്ദേഹത്തിനൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് നെപ്പോളിയൻ. എഡ്വിൻ സി ബാർണസ് ഒരു വലിയ രസകരമായ ഒരു പറ്റിയ നല്ലൊരു ചങ്ങാതിയാണ്. അദ്ദേഹത്തിന് ഒരേ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണർ ആവണം. സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നുകിൽ തോമസ് ആൽവ എഡിസനെ കുറിച്ച് അറിയുന്ന ആൾ, അദ്ദേഹത്തിന് ഇയാൾ അറിയണം. ഒരു ഐഡിയയുമില്ല, അതായത് തോമസ് ആൽവ എഡിസൺ ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല, ഒരാൾ അറിയില്ല. പക്ഷെ ഇദ്ദേഹം തീരുമാനിച്ചു, ഞാൻ തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണർ ആവും. അതായത് ആ സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടിക്കാശില്ല, എല്ലാ തടസ്സങ്ങളും, അത് ഒരു സാധ്യതയുമില്ലാത്ത അസാധ്യമായ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സ്. പക്ഷെ അവൻ വിശ്വസിച്ചു. അവൻ എപ്പോഴും തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണറായിട്ട് നിൽക്കുന്നതായിട്ട് ചിന്തിച്ചു. അങ്ങനെ ഈ കക്ഷി എവിടെ നിന്നൊക്കെ പണം സംഘടിപ്പിച്ച് എഡിസന്റെ അടുത്ത് പോയി ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. അങ്ങനെ വളരെ പണിപ്പെട്ട് എഡിസൺ ഒരു സമയം കൊടുത്തു. ആ ഇന്റർവ്യൂവിൽ തന്റെ ആഗ്രഹം പറഞ്ഞെങ്കിലും എഡിസന് തമാശയായിട്ടാണ് തോന്നിയത്. തമാശയായിട്ട് തോന്നിയ എഡിസൺ ഇദ്ദേഹത്തിന് വലിയ ഗൗരവമൊന്നും കാണിച്ചില്ല. പക്ഷെ തന്റെ കമ്പനിയിൽ ഒരു ജോലി കൊടുത്തു. ബാർണസിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമായി, കാരണം അവന് ജോലി കിട്ടിയല്ലോ. എഡിസന്റെ ഫാക്ടറിയിലാണ് പണി. അങ്ങനെ ഇരിക്കെ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, നിങ്ങൾ വായിക്കൂ. ഒടുവിൽ പ്രകൃതി അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു, യൂണിവേഴ്സ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ബാർണസ് എഡിസന്റെ പാർട്ട്ണറാവും. തികച്ചും അസാധ്യമായ ഒരു കാര്യം ഒരു മനുഷ്യന്റെ ദൃഢവിശ്വാസത്താൽ അത് നടക്കുന്നു, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നു. അസംഭവ്യം സംഭവ്യമാവുന്നു. ഈ ഒരു ചരിത്ര സംഭവം പറഞ്ഞുകൊണ്ടാണ് നെപ്പോളിയൻ ഹിൽ തന്റെ പുസ്തകത്തിന്റെ
എഴുത്ത് തുടങ്ങുന്നത്. ഇനി ക്യാമറ നമ്മളിലേക്കും തിരികെ. പലതും ഈ ലോകത്ത് നേടിയിരിക്കുന്ന ഒരു കാര്യവും ആദ്യം ചിന്തിച്ചാൽ അത് അസാധ്യമായിരിക്കും. നമ്മൾ അമ്പിളിമാമനെ കാണാറുണ്ട്, കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ചന്ദ്രനെ നോക്കി അത്ഭുതം കൂറിക്കൊണ്ട് നോക്കാറുണ്ട്, ആരാണ് ഈ അമ്പിളിയമ്മാവൻ. പക്ഷെ 1962 അമേരിക്കയുടെ അന്നത്തെ ഒരു പ്രത്യേകതയുള്ള പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി ഒരു വലിയ ജനക്കൂട്ടത്തോട് ഒരു പ്രസ്താവന നടത്തുന്നു. മനുഷ്യൻ ഈ ചരിത്ര സംഭവത്തിൽ സാക്ഷിയാവുകയും മനുഷ്യൻ ചന്ദ്രനിൽ പോയി വിത്തിൻ ദിസ് ഡിക്കേഡ്. അസാധ്യം. ഒരു സംഗതിക്കും നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, ഒരു ടെക്നോളജി ഇല്ല. പക്ഷേ 1969 ആ മഹനീയ ദിനം ആഗതമാകുന്നു. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും മൈക്കിൾ കോളിൻസും ആ മഹാദൗത്യം ഏറ്റെടുക്കുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ആ പ്രപഞ്ചഗോളത്തിൽ കാൽവെക്കുന്നു. അസാധ്യമായത് സാധ്യമാകുന്നു. നാളെ നമ്മുടെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനമാണ്, ശിശുദിനം. എല്ലാ അധ്യാപകരും കുട്ടികളെ നാളെ മറ്റൊരു കണ്ണിലൂടെ കാണുകയാണ്. ഞാനും അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര കഥയൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളൊന്ന് വായിച്ചു നോക്കുക. ജയിലിലിരുന്നുകൊണ്ട് തന്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ, ഒരു വിദ്യാർത്ഥി വായിക്കേണ്ട പുസ്തകം, ഒരു അധ്യാപകൻ വായിക്കേണ്ട പുസ്തകം, എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. തന്റെ മകളെ വിജ്ഞാനത്തിന്റെ വലിയ ലോകത്തേക്ക് എടുത്തുയർത്തുന്ന ഒരു സാധാരണ അച്ഛൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാളെ. ഇത് ഞാൻ സാങ്കേതികമായി ഒന്ന് ഓർത്തു എന്ന് മാത്രം. ഇവിടെ ഈ ഒരു സംഭവത്തിൽ 2-3 കാര്യങ്ങൾ അദ്ദേഹം ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അത് നമുക്കൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുത്തുകയാണ്. എന്താണ് ചോദ്യം? നമ്മുടെ ജീവിതത്തിലും അസംഭവ്യം എന്ന് നമ്മൾ കരുതുന്ന പലതും നമുക്ക് സംഭവിപ്പിക്കാൻ പറ്റും. അതിനുള്ള പ്രപഞ്ച നിയമങ്ങളായ 15 ലോസ് ആണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പഠിപ്പിക്കുന്നത്. ഈ പുസ്തക സീരീസിൽ ഞാൻ 2ാമത്തെ പുസ്തകം തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ 100%, ഞാൻ 99 എന്ന് പറഞ്ഞ് ചുരുക്കുന്നില്ല, വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കും. പക്ഷെ പലരും അത് പൂർണ്ണമായും വായിക്കാറില്ല. വായിക്കാൻ നിങ്ങളുടെ തലച്ചോറ് സമ്മതിക്കാറുമില്ല. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് ഈ പ്രഭാഷണ പരമ്പര കേൾക്കണം എന്ന് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, പുസ്തകത്തിൽ ആദ്യം പറയുന്ന ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ ദ മാൻ ഹു തോട്ട് ഹിസ് വേ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് തോമസ് എഡിസൺ അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസണെ കുറിച്ചുള്ള തന്റെ പാർട്ട്ണർ ആവാൻ ശ്രമിച്ച എഡ്വിൻ സി ബാർണസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. തുടർന്ന് 1-2 അനുഭവങ്ങൾ കൂടി അദ്ദേഹം വേറെ പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു കണ്ടുപിടിക്കാൻ. പ്രത്യേകിച്ചും പറയുന്നൊരു കാര്യമുണ്ട്, 3 feet ഫ്രം ഗോൾഡ്. സ്വർണത്തിന്റെ വലിയൊരു നിധി കുഴിച്ചെടുക്കുന്നതിന്റെ 3 അടി അകലത്തിൽ വെച്ച് ആ പ്രസ്ഥാനം അവസാനിപ്പിക്കുന്ന ഒരു കഥ. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? പലതും ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ഒഴിവാക്കി പോകും. ക്ഷമയെ കുറിച്ച് പറയുന്ന മറ്റൊന്ന് A 50 cent lesson in persistence. ഇതൊക്കെ അതിൽ വരുന്നൊരു ചാപ്റ്റേഴ്സ് ആണ്. അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ അതിന്റെ പ്രധാന പോയിന്റുകളിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പുസ്തകം മുഴുവൻ പറയാൻ പോയാൽ എത്രയോ വർഷങ്ങൾ എടുക്കും, അത് സാധ്യമല്ല. അതേ പറഞ്ഞൊരു കാര്യം, ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്, when riches begin to come, they come so quickly in such great abundance
that one wonders where they have been hiding during all those long years. അതേ പറഞ്ഞ സെന്റൻസാ. ഇനി കുറേ തത്വങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ സമ്പത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയാണ് വേണ്ടതെന്നാണ് ഈ വാക്യത്തിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ ധനത്തെ കുറിച്ച്, ഈ റിച്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പണം എന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമഗ്രമായ പുരോഗതിയാണ്. നിങ്ങളുടെ കുറെ പണം ഉണ്ടാക്കൽ മാത്രമൊന്നല്ല. ഈ ഒരാഴ്ച മുമ്പേ ഒരു ചരിത്ര പ്രസിദ്ധമായ സംഭവം നടന്നു. എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ അറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നായ വാറൻ ബുഫറ്റ്, അദ്ദേഹത്തിന് 95 വയസ്സായി. അദ്ദേഹം വാൾ സ്ട്രീറ്റ് ജേർണലിൽ തന്റെ റിട്ടയറിംഗ് ലെറ്റർ അയച്ചു കൊടുത്തു. ആ റിട്ടയറിംഗ് ലെറ്ററിൽ അദ്ദേഹം 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവിത വിജയത്തിന്റെ മഹത്തായ 5 തത്വങ്ങൾ. ഞാൻ അത് യാദൃശ്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെ ഓർത്തുപോയി. ഇതിലെ 15 നിയമങ്ങളിലെ ചുരുക്കിയ 5 നിയമങ്ങളാണ് വാറൻ ബുഫറ്റ് പറഞ്ഞത്. എനിക്കൊന്ന് അമേരിക്കയിലെ എല്ലാ ടെലിവിഷനുകളും അത് സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. നമ്മൾക്ക് ഈ തിരക്കിനിടയിൽ അത് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലെത്തും. അതുകൊണ്ട് ഇത്തരം വാർത്തകളാണ് എൻ്റെ അടുത്ത് വരിക. അദ്ദേഹം പറഞ്ഞ എല്ലാം ഞാൻ ഇന്ന് പറയുന്നില്ല. ഒരു നിയമം പറയാം. നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും സമ്പന്നൻ, അത് ഏറ്റവും വലിയ സമ്പന്ന പറയുന്നുട്ടോ, ദയയില്ലാത്തൊരു മനസ്സുള്ള ഒരു സമ്പന്നൻ ലോകത്തിന് ശാപമാണ്. A rich man without kindness is a great boon. ഒരു വലിയ ശാപമാണ്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഒരു ഓഫീസിലെ ഓഫീസ് മേലധികാരിയെയും അവിടുത്തെ സ്വീപ്പറേയും ഒരുപോലെ കാണാത്തവൻ ഒരു ധനികനല്ല. തന്റെ എല്ലാ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യാണ്. ഏകദേശം 95 വയസ്സായി. അദ്ദേഹം പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇവിടെ ചില അതായത് ഞാൻ പറഞ്ഞത് സക്സസിന്റെ അല്ലെങ്കിൽ റിച്ച്നെസിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലൊന്നാണ് സ്നേഹം, അനുകമ്പ, ദയ. നമുക്ക് എത്ര പേർക്ക് അറിയാം? സ്വാർത്ഥത മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ യഥാർത്ഥ റിച്ച്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലിയോ ടോൾസ്റ്റോയുടെ മനോഹരമായ കഥ 6 അടി മണ്ണ് നമ്മൾ ഒട്ടനവധി തവണ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ ചക്രവർത്തിയുടെ രാജാവ് അനുവദിച്ചു ഒരാളോട്, നീ എത്ര ഓടുന്നോ അത്രയും സ്ഥലം നിനക്കെടുക്കാം. ഓടാൻ തുടങ്ങി. ഓരോ സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം മനോഹരമായ മുന്നിലുള്ള സ്ഥലത്തെ കുറിച്ച് അദ്ദേഹത്തിന് അത് കിട്ടിയേ പറ്റൂ. ഓട്ടം തുടർന്നു. അവസാനം ഓടി ഓടി തളർന്ന മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നു. 6 അടി മണ്ണിൽ ആ മനുഷ്യൻ ഒതുങ്ങുന്നു. ഒരുപക്ഷെ ടോൾസ്റ്റോയുടെ കഥയും നമ്മളെ ഏറെ ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം റിച്ച്നെസ് എന്ന് പറയുന്ന ഈ വാക്കിനെ കേവലം സാമ്പത്തിക നേട്ടം എന്ന ഒരു വലിയ അർത്ഥത്തിൽ മാത്രം കാണാതെ എല്ലാ തരത്തിലും സമ്പന്നനായ ഒരു മനുഷ്യനായിട്ട് നിങ്ങളെ ചിത്രീകരിക്കുമ്പോഴേ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പൂർണ്ണമാവുന്നുള്ളൂ. ബോബ് പ്രോക്ടർ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് അദ്ദേഹം ലോകം വിട്ടുപോയി. അവസാന കാലത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് നമ്മളെ നന്ദി പറയാനാണ്. അത് ഈ ലോയിൽ വരുന്നുണ്ട്. തന്നെ ചികിത്സിച്ച ഡോക്ടറോടും ആ നേഴ്സിനോടും അവസാനം നന്ദി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നത്. കാരണം 62 വർഷം ഈ പുസ്തകം വായിച്ച മനുഷ്യൻ അങ്ങനെ തന്നെ ജീവിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം എല്ലാം അനുഭവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ ലോകം വിട്ടുപോകുന്നത്. കാരണം നെപ്പോളിയൻ, ബോബ് പ്രോക്ടർ പറയാതെ നെപ്പോളിയൻ ഹില്ലിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു പുസ്തക വായന മാത്രമല്ല ഈ വ്യാഴാഴ്ചയിലെ പ്രഭാഷണ പരമ്പരയുടെ ലക്ഷ്യം എന്നുകൂടി ഞാൻ പറയട്ടെ. നമുക്ക് ഇനി അതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാം.
അദ്ദേഹം പറഞ്ഞത് സക്സസ് കോൺഷ്യസിനെ കുറിച്ചാണ്. സക്സസ് എന്ന് പറയുന്നത് ആർക്കാണ് ഉണ്ടാവുന്നത്? സക്സസ് കോൺഷ്യസ് ആയ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവൂ. അതെന്താണ് സക്സസ് കോൺഷ്യസ്? വിജയത്തിന്റെ ബോധതലം. ഈ പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പറയുന്ന സക്സസിന്റെ ഈ കോൺഷ്യസ്നെസ് അല്ല, ബോധതലം, വിജയത്തിന്റെ ബോധതലം എന്ന് വേണം മലയാളിയിരിക്കാം, അതൊക്കെ നമുക്കില്ലേ? പക്ഷേ ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് ഏറ്റക്കുറിച്ചിലുകളുള്ള ഒന്നായിട്ട് മാറുമ്പോ ഏറ്റവും വലിയ സക്സസ് കോൺഷ്യസ് ഉള്ള മനുഷ്യൻ സക്സസ് ആവുന്നു. അങ്ങനെ നോക്കിയാൽ നിങ്ങളൊക്കെ സക്സസ് ആണ്. നിങ്ങൾ ചിന്തിച്ച് വളരാൻ പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കും എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയണ്ടേ? ഇപ്പൊ ചിലപ്പോ പുതുതായി ലിങ്ക് കിട്ടിയിട്ട് ആള് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവര് വിചാരിക്കണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, ഈ പറയുന്ന രീതിയിൽ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ 1% പ്രാവർത്തികമാക്കിയാൽ വിജയം ഉറപ്പാണ്. അപ്പോഴാണ് നിങ്ങളെ സക്സസ് കോൺഷ്യസ്നെസ് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് കോൺഷ്യസ് ആയിരിക്കണം. ഇന്ന് പൊതുസമൂഹത്തിൽ നിന്ന് എടുത്തു നോക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അവരുടെ ചിന്തകൾ, ഇവിടെ ചിന്തയെ കുറിച്ചാണല്ലോ പറയുന്നത്, ആ ചിന്തകൾ വിജയത്തിന്റെ ചിന്തകളാണോ അല്ല പരാജയം നമുക്ക് ക്ഷണിച്ചു വരുന്ന ചിന്തകളോ എന്നൊന്ന് ഞാൻ നിത്യാനുഭവത്തിൽ നിന്ന് പറയട്ടെ. രാവിലെ ഉണർന്ന ഉടനെ ഒരു പ്രതീക്ഷയുമില്ലാതെ ദുരന്തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും സർവത്ര ദുരന്തങ്ങൾ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്ന പത്രം വായിക്കുകയും തന്റെ വാട്സപ്പിലും തന്റെ ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഈ ലോക ദുരന്തങ്ങൾ കേട്ടുകൊണ്ട് ഉണരുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സക്സസ് ആവുമെന്ന് നിങ്ങൾ കരുതേണ്ട. ഇതേ പഠിച്ച 500ഓളം സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ ഏറ്റവും വലിയ അദ്ദേഹം കണ്ട പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ പ്രഭാതങ്ങളാണ്. അവരുടെ പ്രഭാതങ്ങൾ നമ്മുടെ പ്രഭാതങ്ങൾ പോലെയല്ല. ആകാംക്ഷയുടെ, അസ്വസ്ഥതയുടെ, ഭീകരതയുടെ, ഭയത്തിന്റെ ഒക്കെ ചിന്തകൾ ഉണർന്നു വരുന്ന ഒരു പ്രഭാതത്തിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരന്റെ വിജയം വളരെ അകലത്തിൽ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഇവിടെ നമ്മളൊരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ഇവിടെയാണ് ഞാൻ ആദ്യമായി ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സക്സസ് കോൺഷ്യസ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ അത് നിശ്ചിത സമയത്തിനുള്ളിൽ അവസാനിച്ചു. പക്ഷേ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അങ്ങനെ അവസാനിക്കില്ല. കാരണം ഈ പുസ്തകം നിങ്ങൾ പഠിച്ചു കഴിയുന്ന ചിലപ്പോൾ 3 മാസം എടുക്കാം, 2 മാസം എടുക്കാം, നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടാവും. കാരണം ഇത് വിജയിച്ചവരെ കുറിച്ചുള്ള പഠന സംഹിതയാണ്. അവിടെയാണ് പറയുന്ന ഈ പോയിന്റ് സക്സസ് കോൺഷ്യസ്നസ്. ഇനി ഫെയിലിയർ കോൺഷ്യസ് ഉണ്ട്, സക്സസ് കോൺഷ്യസ് ഉണ്ട്. നേരെ മറിച്ച് രാവിലെ പ്രതീക്ഷയോടെ, പ്രത്യേകിച്ച് ശുഭപ്രതീക്ഷയോടെ ജീവിത വിജയത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി തന്റെ തലച്ചോറിന് കൊടുക്കുമ്പോൾ ആ തലച്ചോറിൽ അതിന് കണക്കായ ന്യൂറോജെനിസിസ് അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ടാവുകയും ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നിങ്ങളെ വിജയത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ അടുത്തെത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ഞാൻ പറയാം. ദിസ് ഒബ്ജക്ട് ഓഫ് ദിസ് ബുക്ക് ഈസ് ടു ഹെൽപ്പ് all who seek it to learn the art of changing their minds from failure consciousness to success consciousness. പലതരം പ്രേക്ഷകരുണ്ടാവും. ഞാൻ ഏറ്റവും സാധാരണക്കാരന് വേണ്ടിയാണ് ഈ പ്രഭാഷണ പരമ്പര. വീട്ടമ്മമാർ, ജീവിത പ്രതീക്ഷയിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളവർ, അവർക്കാണ് ഈ ക്ലാസ്. അവരോടെയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ പലതവണ ഈ പുസ്തകം വായിച്ച് ഒട്ടനവധി അറിവ് നേടിയവരോട്
ക്ഷമയോടെ കാത്തിരിക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം എന്താണെന്നാണ് നെപ്പോളിയൻ പറയുന്നത്. ഇത് ഫെയിലിയർ കോൺഷ്യസ്നസ്, പരാജയത്തിന്റെ ബോധതലത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ക്ഷീണതലത്തിൽ നിന്ന് വിജയത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു ബോധത്തിന്റെ മാറ്റമാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോൺഷ്യസ്നസ് ആണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ബോബ് പ്രോക്ടർ പറയുന്നത് 62 വർഷം ഞാൻ ഒരേ പുസ്തകം വായിച്ചു. അദ്ദേഹം മറ്റു പുസ്തകങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ, പക്ഷെ ഈ പുസ്തകം മറക്കാറില്ല. എവിടെ പോകുമ്പോഴും ഈ പുസ്തകം, പഴയ പുസ്തകം അദ്ദേഹം കാണിച്ചു. അതുകൊണ്ട് നിങ്ങളും പ്രേക്ഷകരെ ഈ പുസ്തകം കയ്യിൽ തന്നെ വെക്കുക. മലയാളം കിട്ടിയവർ അത് വായിക്കുക, ഇംഗ്ലീഷ് കിട്ടിയവർ അത് വായിക്കുക. ഒരു ദിവസം ഒരു പേജ്, അല്ലെങ്കിൽ ഒരു വരി, അല്ലെങ്കിൽ അതിലൊരു വാക്ക്, അതായിരിക്കട്ടെ നിങ്ങളുടെ തുടക്കം. ഒന്നാമത് നാം പഠിച്ചില്ലേ, പരാജിതന്റെ മനഃശാസ്ത്രത്തിൽ നിന്ന്, ബോധതലത്തിൽ നിന്ന് വിജയിയുടെ ബോധതലത്തിൽ. ഇത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇതൊരു പ്രാക്ടിക്കൽ സെഷൻ ആയിട്ട് എടുത്തോളൂ. 60,000-ഓളം ചിന്തകൾ കടന്നു പോകുന്ന നമ്മുടെ തലച്ചോറിൽ ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റാൻ തക്കവണ്ണം അത്രയും നീളമുള്ള നമ്മുടെ ന്യൂറോണുകളുടെ അവസ്ഥ. ന്യൂറോൺസിനെ ഇങ്ങനെ കണക്ട് ആയി വെച്ചാൽ അത് ഭൂമിയെ 2 തവണ ചുറ്റാൻ പറ്റും. 80 ബില്യൺ. ആ ന്യൂറോണുകളിലെ നാഡികളെ നിങ്ങൾ അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അത്ഭുത വസ്തുവായ തലച്ചോറിനെ കേവലം അറിവില്ലായ്മ കൊണ്ട് നശിപ്പിച്ച് ഒന്നും നേടാതെ ലോകത്ത് നിരാശയനായി മരിക്കുന്നവരുടെ എണ്ണം എത്രയെന്നറിയാമോ? അതുകൊണ്ടാവുന്ന പ്രതിസന്ധികളുള്ളവരാണ് ഇത് കേൾക്കേണ്ടത്. എനിക്കൊരു വഴിയുമില്ല എന്ന് പറയുന്നവർക്കാണ് ഈ പ്രഭാഷണ പരമ്പര നിങ്ങൾ എത്തിക്കേണ്ടത്. ഒരു ദൗത്യമാക്കൂ. ജ്ഞാനം എന്ന ഒരു വലിയ കൂട്ടായ്മയിലൂടെയാണ് ഇത് നിങ്ങൾ അറിയപ്പെടുന്നത്. യു ആർ നോട്ട് അലോൺ മൈ ഡിയർ. നിങ്ങൾ ഒറ്റക്കല്ല സഹോദര എന്ന് പറയാൻ പറ്റുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഞാനടക്കം. എന്തുകൊണ്ടത്? എന്റെ വ്യക്തി ജീവിതത്തിലെ അടുത്ത കുറച്ചു കാലങ്ങളായി ഇത്തരം പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് നേരിട്ട് സംവദിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വളരെ ചെറിയ സമയം കൊണ്ട് അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, ഇത് എല്ലാവരിലും എത്തണമേ എന്നൊരു പ്രാർത്ഥനയോടെ മാത്രം. അവിടെയാണ് പറഞ്ഞത്, നിങ്ങളുടെ കോൺഷ്യസ്നസ് എങ്ങനെയാണ്, നിങ്ങളുടെ ബോധതലം എങ്ങനെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ശാന്തമായിരുന്ന് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കൂ. അപ്പോൾ മനസ്സിലാവും താൻ ഫെയിലിയർ ആണോ, താൻ സക്സസ് ആണോ. എല്ലാത്തിലും ദുരന്തങ്ങൾ കാണുന്ന ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഫെയിലിയർസ് കോൺഷ്യസ്നസ്സിലുള്ള ആളാണ്. പ്രശ്നങ്ങൾ, കടം, ബാധ്യത, രോഗം, സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്ന് വിശദമായിട്ട് ഇനി പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട വാക്ക് ഞാൻ ആവർത്തിക്കട്ടെ, മറ്റൊന്നുമല്ല, നിങ്ങൾ വിജയുടെ ഒരു ബോധതലത്തിലേക്ക് ഉയരണം. ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ പ്രശ്നമുള്ളതായിട്ടാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. നമ്മളുടെ വിശ്വാസം വെച്ചാണ് നമ്മൾ അളക്കുന്നത്. എന്നിട്ട് അതേ പറയുന്നുണ്ട്, ചിലവർ പറയും ഈ പുസ്തകം വായിച്ച പാടും ഇത് നടക്കാൻ പോകുന്നില്ല എന്നുകൊണ്ട് പുസ്തകം വായിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് എന്ന് ആമുഖമായി നെപ്പോളിയൻ ഹിൽ പറയുന്നു. അതായത് they cannot think in terms of riches. അവർക്ക് സമ്പത്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല. Because their thought habits have been steeped in poverty. അവരുടെ ചിന്താ പദ്ധതി ദാരിദ്ര്യത്തിലാണ്, മിസറി ദുഃഖത്തിലാണ്, ഫെയിലിയർ പരാജയത്തിലാണ്. അതിന് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഡിഫീറ്റ് എന്നാണ്. ഈ നിർഭാഗ്യവർ എന്നാണ് അതേ. ദി അൺഫോർച്ചുനേറ്റ് പീപ്പിൾ. എങ്ങനത്തെ അൺഫോർച്ചുനേറ്റ് പീപ്പിൾ? സമയം കിട്ടുമ്പോഴൊക്കെ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ കുറിച്ച് മാത്രം സ്വയം പറയുകയും പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി അവരോട് ദുരന്തങ്ങൾ മാത്രം പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം മനുഷ്യരോട് അവർ, നെപ്പോളിയൻ ഹിൽ അവരോട് പറയുന്നു, നിർഭാഗ്യവാന്മാർ.
തൊട്ടടുത്ത അയൽവാസി കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും വിജയിക്കുമ്പോൾ അസ്വസ്ഥനായി കൂടെ ഇരുന്നുകൊണ്ട് എനിക്കിതൊന്നും പറ്റൂല, ആ കക്ഷിക്ക് പറ്റും, ഭാഗ്യവാൻ എന്ന് പറയുന്ന മണ്ടന്മാർ. ഈ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ വിജയികളാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള തത്വശാസ്ത്രം. ഇപ്പോഴും മനസ്സിലൊരു ചോദ്യം, ഇത് എഴുതിയ നെപ്പോളിയൻ ഹില്ലിന്റെ വട്ടാണോ അല്ലെങ്കിൽ പറയുന്ന രമേശൻ മാഷിന്റെ വട്ടാണോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ ഗ്ലാസ്സിലെ വെള്ളമൊക്കെ കളയൂ, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇത് പഠിക്കാൻ തയ്യാറാവും എന്നാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. നോക്കാം. നമ്മൾക്ക് എപ്പോ പറയുന്നൊരു കാര്യമുണ്ട്, അയാൾക്ക് പറ്റും, എനിക്ക് പറ്റില്ല. ഇദ്ദേഹം പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ പറയും ഹെൻറി ഫോർഡ് സക്സസ് ആയി, തോമസ് ആൽവ എഡിസൺ സക്സസ് ആയി, ഇങ്ങനെ പലരും സക്സസ് ആയി എന്ന് പറയും. ഇവരൊക്കെ ആദ്യഘട്ടത്തിൽ പരാജിതരായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നത്. ഇതിൽ അതേ ഒരു മനോഹരമായ ഒരു ക്യാപ്ഷൻ ആണ് പറഞ്ഞത് കേട്ടോ. യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഫേറ്റ്, ദ ക്യാപ്റ്റൻ ഓഫ് യുവർ സോൾ. യു ആർ ദ ക്യാപ്റ്റൻ. നിങ്ങളാണ് നിങ്ങളുടെ കപ്പിത്താൻ, നിങ്ങളാണ് നിങ്ങളുടെ പൈലറ്റ്. പലപ്പോഴും അനുഭവം കൊണ്ട് പറയുന്നുണ്ടോ, പ്രശ്നങ്ങളിൽ പെട്ടൊഴുകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നമ്മൾ വിറങ്ങലിച്ചു പോകും. ഞാൻ പോയിട്ടുണ്ട്, നിങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത്ര മണ്ടനായിരുന്നു. അന്ന് ഈ പുസ്തകം എനിക്ക് ലഭിച്ചില്ലല്ലോ. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുക്കടലിൽ കിടക്കുന്ന കുറെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അവരോട് എനിക്ക് സിമ്പതി ഇല്ല, അവരോട് എനിക്ക് എമ്പതിയാണുള്ളത്. കാരണം ഞാൻ അങ്ങനെ കടന്നു പോയതാണ്. അതുകൊണ്ടാണ് വളരെ ധീരമായി ഈ പ്രഭാഷണ പരമ്പര ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കുന്നു. അല്ലാതെ പുസ്തക ജ്ഞാനം കൊണ്ട് മാത്രമല്ല. സംസ്കൃതത്തിൽ ചൊല്ലുണ്ട്, പുസ്തക സ്ഥാപിത വിദ്യ പരഹസ്തഗതം ധനം. പുസ്തകത്തിലുള്ള അറിവും മറ്റുള്ളവന്റെ കയ്യിലുള്ള പണവും ഒരു ഉപകാരപ്പെടില്ല. നേരെ മറിച്ച് ഒരല്പമെങ്കിലും ധാരണ നമുക്ക് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വിവേകാനന്ദൻ, ഒരു ടൺ ആശയങ്ങളെക്കാൾ ഒരു ഔൺസ് ആചരണം മതി എന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയാൻ കാരണം ഒന്നാമത്തെ അധ്യായമാണ്. വളരെ സ്പീഡിലൊന്നും നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളുടെ നിലവിലുള്ള തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ചാട്ടുളി പോലെ ആയിരിക്കണം തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലെ ഓരോ വാക്യങ്ങളും, ഓരോ വാക്കും. ഇന്ന് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ തീറ്റ വേവ്സ് ഒക്കെ ആക്ടിവേഷൻ വരുമല്ലോ കുറെ കഴിയുമ്പോൾ. ആ സമയത്ത് മനസ്സിലാക്കണം, ഞാൻ പുതിയൊരാളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്വയം പറയണം, എന്റെ വിധിയുടെ എല്ലാ ഉത്തരവാദിത്വവും എന്റേതാണ്. എന്റെ വാഹനത്തിന്റെ കപ്പിത്താൻ അല്ലെങ്കിൽ ആ കപ്പലിന്റെ കപ്പിത്താൻ ഞാൻ തന്നെയാണ്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ എന്ന് സ്വയം പറയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ആദ്യ അധ്യായത്തിൽ നെപ്പോളിയൻ ഹിൽ നമ്മളോട് പറയുന്നത്. അതിനെ പലതരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കത് ഈ മൊത്തം പറയലല്ല നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പലരും അദ്ദേഹത്തിന് അയച്ച കത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ ഇത്രയേ ഉള്ളൂ. ആ അധ്യായം തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കത്തക്ക വിധം നമ്മളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് നെപ്പോളിയൻ ഹിൽ ചെയ്യുന്നത്.
എങ്കിലാണ് നിങ്ങൾ അത് വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. എനിക്ക് പുസ്തകത്തെ ഏറെ ഇഷ്ടപ്പെടാൻ കാരണം ഇതാരെയും ഒന്ന് സുഖിപ്പിക്കേണ്ട പുസ്തകമല്ല. അങ്ങനെയില്ലേ, പലതരം നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഒരു സുഖം, അങ്ങനെ ആരും ഇത് വായിക്കാൻ പോകുന്നത്. അങ്ങനെ വായിക്കണ്ട. ഈ പുസ്തകം വാങ്ങിയവരുടെ എണ്ണം മില്യൺസാണ്, വായിച്ചവരുടെ എണ്ണം എത്രയാ എനിക്കറിയില്ല. അത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം വളരെ കുറവാണ്. അത് ലോക ചരിത്രത്തിൽ ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ. നമുക്ക് ഇന്ന് ഒരു അധ്യായം കൂടെ കുറച്ച് സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തെ അധ്യായമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡിസയർ. ഇത് മാജിക് ഓഫ് തിങ്കിങ്ങിൽ പറഞ്ഞതിന്റെ പല കണക്ഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രചോദിത പുസ്തകങ്ങളിലെ മോട്ടിവേഷണൽ ബുക്സിൽ എല്ലാം, ഇപ്പൊ ജെയിൻ കാർഡമന്റെ 10X റൂൾ ആയാലും എത്രയോ പുസ്തകങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും പലതിലും സമാനമായ ആശയങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ പലതവണ കേൾക്കുമ്പോഴേ നമ്മുടെ തലച്ചോറിലേക്ക് ഇത് വരും. കാരണം ഇന്ന് കഴിഞ്ഞ് അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴേക്കും ഇത് അവിടുന്ന് കുറെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞതിന്റെ റെക്കോർഡ് കിട്ടിയാൽ പറ്റും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ന്യൂറോ വയറിംഗ് മാറും. രണ്ടാമത്തെ അധ്യായത്തിൽ ഡിസയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓരോന്നിനും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവട്ടോ. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ അച്ചീവ്മെന്റ്. അതായത് ഈ റിച്ചസ്, അതായത് ഈ ധനം എന്ന് പണം മാത്രമല്ല, മൊത്തം ആ റിച്ചസിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിസയറാണ്. ഡിസയർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല ഉത്കടമായ ആഗ്രഹം. ചെറിയ ആഗ്രഹം നല്ല, ഡ്രീം എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. ബാർണസിനെ സംബന്ധിച്ചോളം എഡിസന്റെ അടുത്ത് എത്തിയേ പറ്റൂ. എഡിസന്റെ അടുത്ത് എത്തിയേ പറ്റൂ. ആ ഡിസയർ അല്ലേ. ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന 100-ൽ മേലെ പ്രേക്ഷകർ ഇപ്പൊ ലൈവായിട്ട്, ബാക്കിയുള്ളവർ റെക്കോർഡ് കേട്ടുപോയി. ഈ പ്രേക്ഷകരുടെ ഒരു ചോദ്യം, നിങ്ങളുടെ ഉള്ളിലുള്ള തീ, ബേണിംഗ് ഡിസയർ, യെസ്, ഓക്കെ, താങ്ക്സ്. ആ ഉള്ളിലുള്ള എനിക്കത് അച്ചീവ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡിസയർ നിങ്ങൾക്ക് ഉണ്ടായതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ബെൻസ് കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ മനസ്സ് പറയും, ബെൻസ് കാർ ഇല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓട്ടോറിക്ഷ എടുക്കണം. പിന്നെ ഈ ചായയോടെ ബെൻസ് കാർ കിട്ടും. 2 നില ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടണം എന്നുള്ള ഡിസയർ വരുമ്പോൾ തന്നെ പറയും, നമുക്കൊരു താഴെ 1.5-2 മുറി പോലെ ധാരാളം, 500 സ്ക്വയർ ഫീറ്റ്. ഞാനത് അച്ചീവ് ചെയ്തിട്ടേ അടങ്ങൂ എന്ന് പറയുന്ന ആ ഉത്കട ആഗ്രഹമുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ട്? ഒട്ടേറെ ആൾക്കാർ കൈവരുത്തുണ്ട്. വെരി ഗുഡ്. അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞതാണ് ഈ പുസ്തകത്തിന്റെ ചർച്ച. ഡിസയർ നിങ്ങൾ ഇഷ്ടം, ഒരു ഡിസയർ. എന്റെ ഒരു ഡിസയർ ഒരു 10 ലക്ഷം ആൾക്കാരിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ്. 1-2 ആളെന്നല്ല, അത് 5 വർഷം കൊണ്ട് അത് അച്ചീവ് ചെയ്തിരിക്കും. ഒരു 10 ലക്ഷം ആൾക്കാരെ തുടർച്ചയായി പ്രചോദിതരാക്കുക, അവരിൽ സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഡിസയറിലാണ് ഞാൻ പോകുന്നത്. അതിനധികം കൊല്ലമൊന്നും വേണം, 5 കൊല്ലം. അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഒരാളെയെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ ഡിസയർ എന്ന് നിങ്ങൾ ചോദിച്ചു. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? രാവിലെ പലരും ഉറങ്ങി എഴുന്നേൽക്കുകയാണ് എന്ന്, ഉണർന്നെഴുന്നേൽക്കുന്നവർ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പലരും ഉറങ്ങിയിട്ട് വൈകുന്നേരം വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ എഴുന്നേൽക്കുന്ന ആൾക്കാര് ഒരു ഉത്കടമായ ആഗ്രഹത്തോടെ എന്തെങ്കിലും ചെയ്തു. ഇന്നത്തെ ദിവസം എടുത്ത് നോക്കൂ. രാവിലെ എഴുന്നേറ്റു, പതിവ് പോലെ പല്ല് തേച്ചു, പതിവ് പോലെ കുളിച്ചു, പതിവ് പോലെ ഭക്ഷണം കഴിച്ചു, പതിവ് പോലെ കർമ്മങ്ങൾ ചെയ്തു, പതിവ് പോലെ ഉറങ്ങി. ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. പകരം ഞാനൊക്കെ സന്തോഷത്തോടെ പറയട്ടെ, മിനിയാന്നൊരു സ്കൂളിൽ പോയി ഞാൻ സംസാരിച്ചു. മിനിയാന്ന് 2 ദിവസം കഴിഞ്ഞു ഞാൻ ഒരു മോനോട് ചോദിച്ചു, അവന് സംസ്ഥാനത്തെ ക്വസ്റ്റ്യനൊക്കെ 1-ാം സ്ഥാനം 3-ാം സ്ഥാനം നേടി ഇത്തവണ ടൈല്. അവൻ പറഞ്ഞ എനിക്ക് ക്വാണ്ടം ഫിസിക്സിൽ പഠിച്ചിട്ട് ഒരു ഫിസിസ്റ്റ് ആവണം. ഒരു 10-ാം ക്ലാസ്സുകാരൻ.
ഞാൻ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണ്, അവിടെയാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. ഈ ഡിസയറോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതേ എന്താ പറയുന്നത് അറിയോ? വൈ ഐ ഹാവ് ടു അച്ചീവ് ദിസ്? എനിക്ക് എന്തിനാണ് ആഗ്രഹം? അപ്പോ ആ കുട്ടി പറഞ്ഞു ഇത്രയേ ഉള്ളൂ സർ, ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് ഞാൻ 10ാം ക്ലാസ്സുകാരാണോ, ഞാൻ കുറെ കാര്യം മനസ്സിലാക്കി, പക്ഷെ എനിക്ക് ഇനിയും അതിൽ കുറെ കൂടെ റിസർച്ച് ചെയ്യണം. That's the desire. Specific. അതായത് നിങ്ങളോടുള്ള ചോദ്യമാണ്, ഈ ഡിസയർ നിങ്ങൾക്കുണ്ടോ? അതിനെ വേണമെങ്കിൽ ബേണിംഗ് ഡിസയർന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് സ്വയം ചോദിക്കൂ. അതാണ് ആദ്യത്തെ ചോദ്യം, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ അച്ചീവ്മെന്റ്. അതായത് തന്നെ ഈ എഡിസനെ കാണാൻ വേണ്ടി ഒരു ട്രെയിനിൽ കയറുന്ന സമയത്ത് മുതൽ ആ ഡിസയർ അയാൾ കീപ്പ് ചെയ്യും. അതാണ് ഇവിടെ അദ്ദേഹം വീണ്ടും ഈ വാക്ക് ബേണിംഗ് ഡിസയർ എന്ന് ഉപയോഗിക്കുന്നത്. അത് വളരെ ഡെഫിനറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണറാണ്, വേറെ അയാളെ ഫ്രണ്ടിന്റെ പാർട്ട്ണറായ പോരാ. നമ്മളെപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. നെപ്പോളിയനിൽ പറയുന്ന വാക്കാണ് ബലഹീനത, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പറഞ്ഞ കോംപ്രമൈസ്. മതി. പിന്നെ ബ്രെയിൻ ആ മതി എന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളോട് പറയും മതി. ഇതാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ ഫെയിലിയർ ആൻഡ് സക്സസ് കോൺഷ്യസ്നെസ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തില് ഒരു തേനീച്ചയെ വളർത്തുന്ന ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടതോ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് ഞാൻ കീഴടക്കും. വല്ല ആവശ്യമുണ്ടോ? അയാൾ ഒറ്റയടിക്ക് എവറസ്റ്റ് കയറാനല്ല വന്ന് പല കുന്നുകളും കീഴടക്കി ഇന്ത്യയിലെത്തും. 6 തവണയും പരാജയപ്പെടുന്നു. 6ാമത്തെ തവണ പരാജയപ്പെട്ട് ന്യൂസിലാൻഡിന്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടണിൽ പോയി പത്രസമ്മേളനം, പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു പത്രക്കാരൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഹിലാരി യു ഫെയിൽഡ് ഇസ്ന്റ് ഇറ്റ്? അല്ലയോ ഹിലാരി, നീ തോറ്റു അല്ലേ? അപ്പോൾ ഹിലാരി പറയുന്ന ഒരു സെന്റൻസ് ആണ്, പണ്ട് ഞാൻ എവിടെയോ കേട്ടൊരു സെന്റൻസ്, എവറസ്റ്റ് കനോട്ട് ഗ്രോ ബട്ട് ഐ ക്യാൻ ഗ്രോ. എന്താണ്? എവറസ്റ്റിന് ഇനി വളരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് വളരാൻ പറ്റും. 7ാം തവണയും ഹിലാരി ഇന്ത്യയിലെത്തും. പക്ഷേ തന്റെ കൂട്ടുകാരനായ ടെൻസിംഗ് നോർഗെ എന്ന ഷെർപ്പയ്ക്ക് അദ്ദേഹത്തിലാണ് കയറാൻ പറ്റില്ല, ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഈ മനുഷ്യൻ ഇനി എഴുന്നേറ്റ് തണുപ്പത്ത് പോയാൽ മരിച്ചു. നിരാശനായി എഡ്മണ്ട് ഹിലാരി പുറത്തിറങ്ങുമ്പോൾ കൈപിടിച്ചുകൊണ്ട് ടെൻസിംഗ് പറഞ്ഞു, സാർ കുറച്ചു സമയം കാത്തിരിക്കൂ, ഡോക്ടർ ഒന്ന് പോട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഹിലാരി പറഞ്ഞു പറ്റില്ല, കാരണം നിന്റെ അസുഖം അത്ര ഭീകരമാണ്. ഞാൻ പറഞ്ഞെന്തറിയോ, അങ്ങയുടെ ഈ ആഗ്രഹത്തിന് മുന്നിൽ എന്റെ ന്യൂമോണിയ ഒന്നുമല്ല. തുടങ്ങുന്നു അവരുടെ ആ വിജയത്തിലേക്കുള്ള ആ ദിനം 953. മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കുന്നു. എല്ലാവരും പത്രം വായിക്കുന്നു, ഹിലാരി ഓർമ്മിക്കുന്നു. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഹിലാരി? ഹിസ് ബേണിംഗ് ഡിസയർ. ഇന്ന് ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കാം, ഇന്നത്തെ സാധാരണക്കാരനല്ല ഞാൻ, നാളെ ഒരു അസാധാരണക്കാരനിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് എന്റെ ആഗ്രഹങ്ങൾ എഴുതി വെക്കലാണ്, ഞാനത് ചെയ്തിരിക്കും എന്ന് ഈ പ്രേക്ഷകർ പറയുമ്പോഴാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു വിജയം തുടങ്ങുന്നത്. ഡിസയർ അങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് ഓരോ സംഭവത്തെ അദ്ദേഹം വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം അതിനെ കുറച്ച് സ്റ്റെപ്പുകൾ പറയുന്നു.
ഈ ഡിസയർ അത് വേണമെങ്കിൽ കുറിച്ച് വെക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറയും. കാരണം എനിക്കൊരു ക്ലാസ് എടുത്ത പോലല്ല എന്റെ ലക്ഷ്യം. ആദ്യം ചെയ്യേണ്ടത് ഒന്നാം സ്റ്റെപ്പ്, ഫസ്റ്റ് ഫിക്സ് ഇൻ യുവർ മൈൻഡ് ദ എക്സാക്ട് എമൗണ്ട് ഓഫ് മണി യു ഡിസയർ. പണമാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുതരാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൂടെ എടുക്കാം. അതായത് നിങ്ങൾക്ക് പണം വേണമെങ്കിൽ എത്ര വേണം? എനിക്ക് ഒരുപാട് പണം കിട്ടില്ല. എ പ്ലെന്റി ഓഫ് മണി എന്നാണ് അവിടെ നെപ്പോളിയൻ പറഞ്ഞത്. നോ, യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. എനിക്ക് എത്ര കോടി രൂപ വേണം? വേണമെങ്കിൽ എഴുതിക്കോ. കൃത്യനിഷ്ഠ. ഇനി വീട്, എങ്ങനത്തെ വീട്? ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്. എവിടെ? കൃത്യം. ഞാൻ പറഞ്ഞെന്താ, 2030 ആകുമ്പോ 10 ലക്ഷം ആൾക്കാരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തും. ദിസ് ഈസ് മൈ ഡ്രീം. സ്പെസിഫിക്. അപ്പൊ നിങ്ങൾ ഇന്ന് ആകെ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ എഴുതില്ല കേട്ടോ. എന്റെ 1.5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം കടം തീർക്കണം എന്ന് എഴുതി കിടത്താൽ കടം വന്ന് മൂടും. പകരം 10 ലക്ഷം കടവിലാണ് എഴുതേണ്ടത്. ഞാൻ 1 കോടി രൂപ ഉണ്ടാക്കുന്ന എഴുതി വെക്ക്. അപ്പൊ 10 ലക്ഷം കടം തീരില്ലേ? പണം മാത്രമല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ കാറ് വാങ്ങണമെങ്കിൽ കാറ് ചിന്തിക്കൂ. ഏത് കാറ് എന്ന് വെച്ചാൽ ബ്രെയിനോട് പറയണം, എനിക്ക് വെള്ള മാരുതി കാർ എന്നാണ് മാരുതി, അല്ല എനിക്ക് നീല ബെൻസ് ആണെങ്കിൽ നീല ബെൻസ്. പിക്ചർ ഇറ്റ്. ഫസ്റ്റ് റൈറ്റ് ഡൗൺ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതിയല്ലോ, നമുക്ക് വേണ്ടുന്നത് നമ്മൾ തീരുമാനിച്ചു. സെക്കൻഡ്, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തിരിച്ചു കൊടുക്കും? അത് ഭയങ്കര പ്രശ്നമാണ്. 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ സമൂഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? അപ്പൊ തന്നെ പകുതി ആൾക്കാർ പരിപാടി നിർത്തിപ്പോകും. കൊടുക്കാനാണ് പിന്നെ കിട്ടേണ്ട ആവശ്യമുണ്ടാ. ഇവിടെയാണ് നമ്മുടെ പരാജയം. നിങ്ങൾ സമൂഹത്തിനോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ എന്ത് റിട്ടേൺ ചെയ്യും? പ്രീനാസ് ഫസ്റ്റ് നിങ്ങൾ എഴുതിയാ പോരാ, റിട്ടേൺ എന്ത് ചെയ്യും? രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ എഴുതിയ പോലെ തന്നെ വളരെ പ്രധാനമാണ്, എന്ത് നിങ്ങൾ തിരിച്ചു കൊടുക്കും. മൂന്നാമത് ഡേറ്റ് എഴുതണം. പലർക്കും എന്റെ തമാശ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞോ, ബൈ 2030, 2030. ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞ് 2030 ലോകം സ്വർഗമാവുന്ന ആവും. നമ്മളൊക്കെ വിചാരിച്ചാലാവും. 17 സസ്റ്റൈനബിൾ ഗോൾസ്, ധ്യാനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്തെല്ലാം ഫസ്റ്റ് എഴുതുന്നു, ലക്ഷ്യം എന്താ വേണ്ടതെന്ന്, എന്ത് തിരിച്ചു കൊടുക്കുന്നു, അതിന്റെ ഡേറ്റ്. ഇപ്പൊ 2025 ഡിസംബർ അല്ലെങ്കിൽ 2026, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എനിക്കറിയില്ല, നിങ്ങൾ അത് സ്റ്റേറ്റ്മെന്റിൽ എഴുതണം. 2027 5000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ, അങ്ങനെ മെറ്റീരിയൽ പറഞ്ഞാലേ മനസ്സിലാവും. 2027 ഞാൻ 5000 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടുകയും അവിടെ സ്വസ്ഥമായി കടന്നുറങ്ങുന്നത് മാത്രമല്ല, സമൂഹത്തിലെ പലർക്കും ചിലപ്പോൾ അവിടെ വന്ന് താമസിക്കാനുള്ള ഒരു മുറിയെങ്കിലും കൊടുക്കുക എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എളുപ്പം നടക്കും. ഞാൻ ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. പേഴ്സണലി കണ്ടാ പറഞ്ഞുതരാം. അങ്ങനെ എഴുതും. 4, അതിലെന്താണ് പ്ലാൻ? എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ പ്ലാൻ വന്നോളൂ. നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് നടന്നോളൂ. അല്ലാതെ പ്ലാൻ നോക്കിയിട്ട് ഇത് പറ്റൂല. അടുത്തത് 5ാമത്തത്, റൈറ്റ് ഔട്ട് എ ക്ലിയർ കൺസൈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മണി. പണത്തിനെടുത്താൽ you intend to acquire, name the time limit for its acquisition, state what you intend to give in return for the money, and describe clearly the plan through which you intend to accumulate it. ഈ 4 എണ്ണത്തിന് നേരെ എഴുതി 5ാമത്തായി. അതായത് നമ്മൾ ഈ പറയുന്ന 4 എണ്ണം നമ്മള്
പറഞ്ഞോളൂ, മെയിൻ പോയിന്റ് ഒറ്റൊന്നേ ഉള്ളൂ. ആ ആഗ്രഹം വിത്ത് ഡേറ്റ് എന്ത് തിരിച്ചു കൊടുക്കും. അത് മൊത്തം പറയുമ്പോൾ നാലാമത്തായി. അഞ്ചാമത്തെ എന്താ? അഞ്ചാമത്തത് ഈ പറയുന്ന ഈ സംഭവം ദിവസം എഴുതണം. അതാണ് എഴുതന്നെ വേണം, വേറെ ഒരു വഴിയില്ല. നിങ്ങളുടെ ഗോൾ സ്റ്റേറ്റ്മെന്റ് എഴുതണം. എത്ര പ്രാവശ്യം? ഇഷ്ടപ്പെടുന്നത്ര എഴുതണം. മിനിമം 5-10 എഴുതണം. എന്നിട്ട് ആ എഴുതിയത് വായിക്കണം. എന്നിട്ട് അത് കിട്ടിയതായി നമ്മളൊന്ന് ഫീൽ ചെയ്യും കൂടെ വേണം. സംഭവം ഓക്കെ. ഒന്നുകൂടെ ഞാൻ പറയാം. എഴുതുക, അല്ല, ആദ്യം മനസ്സിൽ കണ്ടെത്തി എഴുതുന്നു, ഡേറ്റ് അടക്കം, പിന്നെ സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് വരണം. ഇൻ റിട്ടേൺ എന്ത് ചെയ്യും? എന്നിട്ട് ആ എഴുതി വെച്ചത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒട്ടിക്കാം, പുസ്തകത്തിൽ തന്നെ നോക്കി എപ്പോഴും വായിക്കാം. ബോബ് പ്രോക്ടർ ചെയ്തത് അദ്ദേഹം ഒരു കാർഡ് എഴുതിയിട്ട് പോക്കറ്റിൽ ഇടും. നിങ്ങൾ ഗോൾ സ്റ്റേറ്റ്മെന്റ് കാർഡ് ഇടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കാം. പത്രം അല്ല വായിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിനൊക്കെ വേലാതിക്ക് ഇത് വായിക്കാദ്യം. നിങ്ങളെ സ്ക്രിപ്റ്റ് നിങ്ങൾ വായിക്കേ. ഞാൻ പറഞ്ഞ ബോധ്യായോ? ആ സ്ക്രിപ്റ്റ് നിങ്ങൾ വായിക്കുക. അത് അപ്പൊ ഒരു സെന്റൻസ് നമ്മൾ എഴുതി നമ്മുടെ മുമ്പിൽ വന്നു, അത് എല്ലാ ദിവസവും വായിക്കണം. എപ്പോൾ? ഒന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, 2 രാവിലെ എഴുന്നേറ്റ ഉടനെ. അതിന്റെ ഒരു സയൻസ് കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. എന്തുകൊണ്ട്? ഇത് നിങ്ങളുടെ ഒരു ചലഞ്ചാണ്. ഇത് ചിലർ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. പണ്ട് ഏതോ സിനിമയില് ഇന്നസെന്റ് പറഞ്ഞല്ലേ, കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇത് കേട്ടിട്ടുണ്ട്. ചെയ്തു നോക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറയാൻ കാരണം നമ്മുടെ തലച്ചോറിൽ ആണല്ലോ ഇതെല്ലാം അട്രാക്ട് ചെയ്തുകൊണ്ടേ. അതാണ് ഈ പുസ്തകം പറയുന്നത്. എനിക്കൊന്നൊരു 100 കണക്കിന് മോട്ടിവേഷൻ പുസ്തകം ഞാൻ വായിച്ചതിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സയൻസ് ഒന്നാണ്. നമ്മുടെ തലച്ചോറിന്റെ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ അസാമാന്യമായ കഴിവ്. അതിന് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേറെ വാക്ക് ഉപയോഗിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നിങ്ങള് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിൻ ഇത് അച്ചീവ് ചെയ്യുന്നത് ഉറക്കത്തിന്റെ തീറ്റ സ്റ്റേജിലാണ്. ഗാമ, ബീറ്റ, ആൽഫ, ദെൻ തീറ്റ. ആ തീറ്റ സ്റ്റേജിലാണ് അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുക. അത് ഉറക്കത്തിന്റെ ഇടയിലാണ്. എപ്പൊന്നും കണ്ടുപിടിച്ചില്ല. നല്ല ഉറക്കത്തിന് തൊട്ട് മുമ്പ്. അതെല്ലാം ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് റെക്കോർഡ് ചെയ്തെല്ലാം അവിടെ അത് അച്ചീവ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെയുള്ള ഇപ്പൊ ബ്രാഹ്മമുഹൂർത്തം ഒക്കെ പറയല്ലോ, തീറ്റ വേവ്സ്. എഴുന്നേറ്റ ഉടനെ തന്നെ ആ ചിന്തയാണ് ഉണ്ടാവേണ്ടത്. കുറച്ച് പ്രാക്ടീസ് ചെയ്യണേ. അപ്പൊ തീറ്റ വേവ്സ് ഭയങ്കര ആക്ടിവേഷന്റെ സമയമാണ് എഴുന്നേറ്റ ഉടനെയുള്ള ഒരു 10-15 മിനിറ്റ്. ആ സമയത്ത് ഇത് വിഷ്വലൈസ് ചെയ്യാം, നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ ആ ഫീലിങ്സിൽ ജീവിക്കാം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത്, ഇതൊക്കെ എപ്പോഴോ ചിന്തിച്ചതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ഇപ്പോൾ എന്താണോ അത് മുമ്പേ നിങ്ങൾ ഇതേപോലെ ചെയ്ത പ്രോസസ്സിന്റെ ഒരു റിസൾട്ട് ആയിരിക്കും. അപ്പൊ ഇനി തന്നെ മതിയോ? ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഉറങ്ങുമ്പോ ഇല്ല വേവലാതികളെല്ലാം ആലോചിച്ച് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റോടെ ഈ സംഭവം പൂർവാധിക ശക്തിയായിട്ട് വീണ്ടും ആലോചിച്ചുകൊണ്ട് തുടങ്ങും. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? തഥാസ്തു. അതെന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് മുമ്പ് ദുഃഖഗാനങ്ങളൊന്നും കേട്ടുറങ്ങരുത് എന്ന് ഞാൻ പറയുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് ഈ ജീവിതം ഇത് എന്തിനു നൽകി എന്ന പാട്ടെല്ലാം കേട്ടിട്ട് ഉറങ്ങിയാൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അല്ല, അതിന്റെ അപ്പുറത്തെ പുസ്തകം വായിച്ചിറങ്ങുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ ദുഃഖഭാരങ്ങളും പങ്കുവെക്കാൻ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നവർ എത്രയാണ്?
ഈശ്വര ഇന്നൊരു ദിവസം കൂടി തുടങ്ങുന്നതില് ദുരന്ത ചിന്തയോടെ തുടങ്ങുന്നവരോട് പുസ്തകം ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഫെയിലിയർ കോൺഷ്യസിലാണ്. ടേൺ ടു സക്സസ് കോൺഷ്യസ്നസ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനെ കുറിച്ച് പറയുന്ന ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രധാന സന്ദേശമാണ് ഞാൻ പറഞ്ഞത്, ബേണിംഗ് ഡിസയർ. അതെങ്ങനെ ചെയ്യണം? ലക്ഷ്യബോധത്തിലേക്ക് എഴുതുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വഴി. എഴുതുക നിങ്ങളുടെ ലക്ഷ്യം, പലതവണ എഴുതുക, പലതവണ വായിക്കുക, അതിൽ ജീവിക്കുക. ഇതിന് ഇനി കുറച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. അടുത്ത വ്യാഴാഴ്ച കാണാം. ഔട്ട് ടു ഫിനിഷ്. താങ്ക് യു സാർ, താങ്ക് യു. ഇന്നത്തെ ടോപ്പിക് ഒരുപാട് നമ്മളെയൊക്കെ ഉള്ളിലേക്ക് തറച്ച് കയറുന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അല്ലേ? മറ്റു കാര്യം, നമ്മൾ നാളെ ഡയബറ്റിക് ഡേ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഡോക്ടർ സുമേഷ് ഈസ് എൻ എക്സാക്ട് പേഴ്സൺ ടു ടോക്ക് ഓൺ ദാറ്റ്. സോ അറ്റൻഡ് ദ പ്രോഗ്രാം. അതും വലിയൊരു ഡിസയറിന്റെ ഭാഗത്ത് ചെയ്യുന്നതാണ്, ഈ ലോകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി. താങ്ക് യു സ്മിത ഫോർ യുവർ കമന്റ്സ്. എക്സ്പീരിയൻസ് പറയുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഡീപ്പർ സെൻസിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിബഡി സേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. അടുത്ത ആഴ്ച അറ്റ്ലീസ്റ്റ് ബ്രിങ് 2 people ടു ദിസ് പ്രോഗ്രാം. അങ്ങനെയെങ്കിലും ഒരു സർവീസ് ചെയ്യും. ഈ ആൾക്കൂട്ടം ഉണ്ടാക്കാനല്ല, പ്രതീക്ഷ അറ്റവരെ കൊണ്ടുവരും. നമുക്ക് നോക്കാം. അല്ലെ മനീഷ്? Let us make a wonderful world. അതുകൊണ്ടാണല്ലോ ഇതിന്റെ പേര് യാനം. യു ആർ നോട്ട് അലോൺ മൈ ഡിയർ. നിങ്ങൾ ഒറ്റക്കല്ല സഹോദരൻ. അതാണ് ഞങ്ങളെ ഓക്കെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സാറ്റർഡേ വീണ്ടും കാണാം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. ഗുഡ് നൈറ്റ്.